സ്വാമി ശാശ്വതികാനന്ദയെ കൊന്നതു തന്നെയെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി പ്രകാശാനന്ദ. ഇടിക്കട്ട കൊണ്ട് തലക്കിടിച്ച് പുഴയിൽ തള്ളിയതാകാമെന്നും പ്രകാശാനന്ദ പറയുന്നു. വാസ്തവത്തിൽ ഞാനതിപ്പോൾ പറഞ്ഞാൽ ആരെങ്കിലും ഇടികെട്ടൊക്കെ ഇടിച്ച് അതോടുകൂടി ബോധം കെട്ട ആറ്റിൽ വീണ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരുടെയെങ്കിലും പ്രേരണ എന്തോ ഉണ്ട് അതിനെ എടുത്തോ, എന്നിട്ട് ഈ മതിൽക്കെട്ടിൻ്റെ ഇടയിൽ കല്ലിൻ്റെ ഇടയിൽ നിന്നാണ് ഒടുക്കുള്ള വെള്ളം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ഊന്നി പലയിടത്തും നോക്കിയിട്ട് കാണാൻ ഒടുക്കം കൊണ്ടുവന്ന് എങ്ങനെയോ ഒരു കുത്തുകുത്തിയപ്പം ഈ മതിലിൻ്റെ അടുത്തിരുന്ന കല്ലിൻ്റെ ഇടയിൽ കൊണ്ട് കയറ്റി വെച്ചിരുന്നത്. ആ ശവം അവിടെ വന്ന് കല്ലിൻ്റെ ഇടയിൽ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. സിജു കണ്ണൻ, സിജു, പ്രകാശാനന്ദ ഉയർത്തുന്ന ആരോപണം അത് ഏതൊക്കെ തരത്തിലാണ് കാര്യങ്ങൾ അദ്ദേഹം വിശദമായി ഉന്നയിക്കുന്നത്? പ്രദീപ്, സ്വാമി ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ നടത്തിയിരിക്കുന്നത്. ശാശ്വതികാനന്ദയുടെ മരണം ജലസമാധിയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നുൾപ്പെടെയുള്ള തർക്കം കഴിഞ്ഞ ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ തുടരുകയാണ്. ഇതിനിടയിലാണ് സ്വാമിയുടെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. ശാശ്വതികാനന്ദയെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്നാണ് സ്വാമി പ്രകാശാനന്ദ ഉറച്ചു വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് വെളിപ്പെടുത്തലുള്ളത്. ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ ഇടിക്കട്ട പോലുള്ള മറ്റേതെങ്കിലും ആയുധങ്ങൾ കൊണ്ടോ തലക്കടിച്ച ശേഷം കൊലപ്പെടുത്തിയ ശേഷം പുഴയിൽ തള്ളുകയായിരുന്നു എന്നാണ് സ്വാമി വിശ്വസിക്കുന്നത്. സ്വാമിയെ പുഴയിൽ മുങ്ങിയതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തുമ്പോൾ ഒരാൾ ദുരൂഹമായ സാഹചര്യത്തിൽ പുഴയിൽ അക്കരയ്ക്ക് നീന്തുന്നുണ്ടായിരുന്നു. ഇതും സംശയം ജനിപ്പിക്കുന്ന കാര്യമാണെന്ന് പ്രകാശാനന്ദ പറയുന്നു. അതോടൊപ്പം മൃതദേഹം തിരച്ചിലിനൊടുവിൽ ലഭിച്ചത് പുഴയോട് ചേർന്നുള്ള കൽപ്പടവിനടുത്ത് വെച്ചാണ്. മുങ്ങി മരണമാണെങ്കിൽ ഒരുപക്ഷെ ഇത്രയും കരയോട് ചേർന്ന് മൃതദേഹം കണ്ടെത്താനുള്ള സാധ്യതയും വളരെ അപൂർവമാണ് എന്നും പ്രകാശാനന്ദ പറയുന്നു. ഇതും സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. സ്വാമി പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ സ്വാമി വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ശിവഗിരി മഠാധിപതി പ്രകാശാനന്ദ വിശ്വസിക്കുന്നത് ശാശ്വതികാനന്ദയെ കൊലപ്പെടുത്തിയത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഏതായാലും സ്വാമി ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളും വിവാദങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും അല്ലെങ്കിൽ പിന്നീട് നടക്കുന്ന നിയമ നടപടികളും എല്ലാം തുടരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് സ്വാമി നടത്തിയിരിക്കുന്നത്. ഇത് തുടർ അന്വേഷണവുമായി ബന്ധപ്പെട്ടുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലായി മാറും. പ്രദീപ്.